നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനസ്സിനൊരു ധൈര്യമാണ് മോളെ ആദ്യം വേണ്ടത്. എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ചിന്തയൊന്നും മോളുടെ മനസ്സിൽ വരരുത്. മുത്തശ്ശൻ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ ഔട്ടിങ്ങിന് പോകാമോന്ന് സഞ്ജു എന്നോട് ചോദിച്ചപ്പോ ഞാൻ സമ്മതം പറഞ്ഞത്. എന്നാ പോയാലോ? അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്ന സഞ്ജു? പാർക്കിലോ ബീച്ചിലോ? അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പച്ചി. സ്വാധീനം കൊണ്ടൊന്ന് പുറത്തു പോവാ, അത്രയും മനസ്സിലുള്ളൂ. അല്ല, വീൽ ചെയർ യൂസ് ചെയ്യണമെങ്കിൽ അമ്മു മാത്രം മതിയോ? കൂടെ ആരെങ്കിലും വേണ്ടേ? ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. സഞ്ജനെ വിളിക്കേണ്ടതായിരുന്നു, ഞാനത് ഓർത്തില്ല. അവളെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറേയില്ല. അവള് വന്നു കഴിഞ്ഞാൽ എന്റെ ബോറടി മാറും. അവളുടെ കൂട്ട് ആദ്യമൊന്നും ശ്രീകുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ. ഇപ്പെന്താ അവളോടൊരു ഇഷ്ടം തോന്നാൻ? അവൾക്ക് കുസൃതി ഇത്തിരി കൂടുതലാ. അതാ ഞാൻ ആദ്യം കുറച്ച് അകലം പാലിച്ചത്. പക്ഷെ നല്ലൊരു മനസ്സ് സഞ്ജനിക്കുണ്ട്. ഇല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേക്ക് രാത്രി വരേണ്ട എന്തെങ്കിലും കാര്യം അവൾക്കുണ്ടോ? അത് കഴിഞ്ഞ അവള് വന്നില്ലേ? അത് മോള് പറഞ്ഞത് സത്യമാ. ഇപ്പോഴും അവള് മോളെ കാണാൻ വരുന്നുണ്ട്. വരിക മാത്രല്ല, മടി പിടിച്ചിരുന്നാലും പുറത്തു കൊണ്ടുപോയി മോളെ സന്തോഷിപ്പിക്കാറുമുണ്ട്. അമ്മയ്ക്ക് സഞ്ജന ഇഷ്ടമല്ലേ? അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. അമ്മ അവളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവള് നല്ലൊരു കുട്ടി ആയതുകൊണ്ട് തന്നെയാ. അല്ല, എന്തിനാ സഞ്ജന എപ്പോഴും നാട്ടിൽ തന്നെ നിൽക്കുന്നെ? അവൾക്ക് ഈ നാട് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണത്രേ. അവള് അബ്രോഡ് പോകാൻ എന്തൊക്കെയോ പ്ലാനിങ്ങിലാ. അതിവിടെ വെച്ചാകാന്ന് കരുതി പോകാതെ നിക്കുവാ. അല്ല, ഇവിടെ അവൾക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ? മോളൊന്നും ചോദിച്ചില്ലേ? ഞാൻ അവളോടത് ചോദിച്ചതാ, ഉണ്ടെന്നാ പറഞ്ഞ. ആരെന്ന് ചോദിച്ചപ്പോ നിങ്ങളൊക്കെ തന്നെയാന്നാ മറുപടി പറഞ്ഞു. ആ, ഒരു കോടീശ്വരന്റെ പുത്രിയ. പക്ഷെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞ അങ്ങനെ തോന്നുകയില്ല. ഇളയമ്മ അവളെ കാര്യമായിട്ട് പരിഗണിച്ചോ? അറിയാലോ, മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയർ അവളുടെ കയ്യില. അതുകൊണ്ടല്ലേ അവളോട് ആരും ഇഷ്ടക്കേട് കാണിക്കാത്തത്. അല്ലെങ്കിൽ കാണിച്ചേനെന്നല്ലേ ചെറിയ സൂചിപ്പിച്ചത്. എന്തോ എനിക്ക് അവളുടെ ഇടിച്ചു കയറ്റാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. ദിനേശന് പറഞ്ഞത് ശരിയല്ലേ അമ്മു? ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയല്ലേ, എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു കളയും. നിന്നെയും കണ്ണടച്ച് വിശ്വസിച്ചവളല്ലേ അമ്മു ഞാൻ. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്. ആ, അത് അവളോട് മാത്രമല്ലേ ആകാവൂ, മറ്റാരോടും പാടില്ലല്ലോ. പിന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.